ഹലോ നമസ്കാരം, ഞാൻ ബിന്ദു വിപിൻ. ബിന്ദു സ്പൈസസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഈ നവരാത്രി കാലത്ത് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഹെൽത്തിയും ടേസ്റ്റിയുമായ നല്ല ഒരു പായസം. ക്യാരറ്റും സേമിയയും ശർക്കരയും ഒക്കെ ഉപയോഗിച്ചാണ് ഈ പായസം തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഷുഗറൊക്കെ ഉള്ളവർക്കും ഈ പായസം സുഖമായിട്ട് കുടിക്കാം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്ത് കൂട്ടാവണേ. അപ്പോൾ എങ്ങനെയാണ് ഹെൽത്തിയായ ടേസ്റ്റിയായ സേമിയ ക്യാരറ്റ് പായസം തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി മീഡിയം വലിപ്പത്തിലുള്ള 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ടൊന്ന് ചുരണ്ടി കളഞ്ഞിട്ട് ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഞാനിതിന് വേണ്ടിയിട്ട് നോൺ സ്റ്റിക്കിൻ്റെ ഒരു കടായിയാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. ചെറിയ ഉരുളിയൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ചുവട് കട്ടിയുള്ള ഏത് പാത്രം വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. നെയ്യോ ബട്ടറോ എന്തെങ്കിലും ഇട്ടിട്ടൊന്ന് ചൂടാക്കണം. ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ചെറിയൊരു ബ്രൗൺ കളറിലേക്ക് മാറുമ്പോൾ ഇതിലേക്ക് ഉണക്കമുന്തിരി അണ്ടിപ്പരിപ്പൊക്കെ നന്നായിട്ടിങ്ങനെ വറുത്തെടുത്തു. ഇനി ഇതൊന്ന് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് 2 ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ക്യാരറ്റ് നന്നായിട്ട് വെന്ത് വന്നു, ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഈ സമയത്ത് ഇത് കടായിൽ നിന്നും കോരി മാറ്റാം. ഇനി ഈ കടായിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് സേമിയ ഇട്ട് കൊടുക്കാം. ഈ സേമിയ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. സേമിയ ബ്രൗൺ കളറായി. ഈ സമയത്ത് ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഒരു ലിറ്റർ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് ഇളക്കാം. ഇനി ഈ പാലിൽ കിടന്നിട്ട് സേമിയ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. പാല് തിളച്ച് സേമിയ വെന്ത് തുടങ്ങി. 5-6 മിനിറ്റ് വേവിച്ച് കഴിഞ്ഞാൽ സേമിയ 3/4 ഭാഗം വെന്ത് കിട്ടും കേട്ടോ. സേമിയ 3/4 ഭാഗം വെന്ത് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾക്ക് ഇതിലേക്ക് മധുരം ചേർക്കാൻ പാടുള്ളൂ. സേമിയ വേവുന്നതിന് മുമ്പ് മധുരം ചേർത്താൽ സേമിയ വേവില്ല. എപ്പോഴും സേമിയ ആയാലും പാലട ആയാലും എന്തായാലും അത് വെന്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളതിൽ മധുരം ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. ഇപ്പോൾ അരിയാണെങ്കിലും അത് വെന്ത് കഴിഞ്ഞിട്ടേ മധുരം ചേർക്കാൻ പാടുള്ളൂ. അതിന് മുമ്പ് മധുരം ചേർത്താൽ അത് വേവില്ല. പാല് തിളച്ച് സേമിയ വെന്ത് തുടങ്ങി. ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഇതിന്ന് കുറച്ച് ക്യാരറ്റ് ഞാൻ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കി ക്യാരറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ക്യാരറ്റും സേമിയയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. സേമിയ പകുതി വേവായിട്ടുണ്ട്. ഇനി ഒരു 2-3 മിനിറ്റും കൂടി വേവിച്ച് കഴിയുമ്പോൾ അത് 3/4 ഭാഗം വേവാവും. അത് കഴിഞ്ഞിട്ട് വേണം അതിലേക്ക് മധുരം ചേർക്കാൻ. നമ്മൾ മധുരത്തിന് വേണ്ടി ഇതിൽ ചേർക്കുന്നത് പഞ്ചസാരയല്ല, ശർക്കരയാണ്. അപ്പോൾ സേമിയയും ക്യാരറ്റും ഒക്കെ പാലിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. സേമിയ 3/4 ഭാഗം വേവായി. ക്യാരറ്റും ഫ്രൈ ചെയ്ത ക്യാരറ്റും പാലിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്തു. ഈ സമയത്ത് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ളത്ര ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര ചേർക്കുമ്പോൾ സ്റ്റൗ ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. മാത്രമല്ല ശർക്കര ചേർക്കുമ്പോൾ പാല് പിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റൗ സിമ്മിലിട്ടു.
ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് ശർക്കരപ്പൊടിയാണ് ചേർക്കുന്നത്. ശർക്കരപ്പൊടി ചേർത്ത് കഴിയുമ്പോൾ ഇതിങ്ങനെ തുടരെ ഇളക്കി കൊടുക്കണം. സാധാരണ പാൽപ്പായസത്തിൽ ശർക്കര ചേർക്കുമ്പോൾ പാല് പിരിഞ്ഞു പോകുമെന്നാണ് പറയുക. പക്ഷെ ഞാനിതുവരെ പാൽപ്പായസത്തിൽ ശർക്കര ചേർത്തിട്ട് എനിക്കങ്ങനെ പിരിഞ്ഞു പോയിട്ടൊന്നുമില്ല കേട്ടോ. അത് ഇതുപോലെ ഇങ്ങനെ തുടരെ ഇളക്കി കൊടുക്കണം. അങ്ങനെ ഇളക്കി കൊടുക്കാതിരുന്നാലാണ് അത് പിരിഞ്ഞു പോവുക. ഷുഗറിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവർക്ക് സേമിയ പായസം വയ്ക്കുമ്പോൾ മധുരം പഞ്ചസാര ചേർക്കാതെ വെക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ശർക്കര ചേർത്തിട്ട് വെക്കാം കേട്ടോ. ഇതിപ്പോൾ ക്യാരറ്റ് ചേർക്കാതെ, ഇനിയിപ്പോൾ സേമിയ ചേർക്കാതെ ക്യാരറ്റ് മാത്രമായിട്ടും ഒക്കെ ഇതുപോലെ വയ്ക്കാം. ഇതിപ്പോൾ സേമിയയും ക്യാരറ്റും കൂടി ഞാൻ മിക്സ് ചെയ്ത് വെച്ചു എന്നേ ഉള്ളൂ. സേമിയ മാത്രമായിട്ടും ക്യാരറ്റ് മാത്രമായിട്ടും ഒക്കെ ഇതേപോലെ പായസം വയ്ക്കാം. പശുവിൻ പാലും ശർക്കരയും ചേർത്തിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ശർക്കര ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു. ശർക്കരയൊക്കെ അലിഞ്ഞു കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ ശർക്കരപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് മധുരത്തിന് ആവശ്യമുള്ളത്രയും ശർക്കര എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ, തീരെ കുറച്ച് വെള്ളത്തിൽ, ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി. അത്രയും കുറച്ച് വെള്ളത്തിൽ ആ ശർക്കര പാനിയാക്കി എടുക്കുക. എന്നിട്ട് അത് അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ശർക്കരപ്പൊടി തന്നെ ചേർക്കണമെന്നില്ല. ശർക്കര പാനിയാക്കിയിട്ട് അരിച്ചൊഴിച്ചിട്ടും ഇതേപോലെ പായസം ഉണ്ടാക്കാം. ശർക്കരയൊക്കെ ചേർത്തതിന് ശേഷം പായസം നന്നായിട്ട് തിളച്ചു, നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. പായസം ഒരുപാട് കുറുകിയെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി തിളപ്പിച്ച പാല് ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. തിളപ്പിച്ച പാല് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കിയാൽ മതി. അപ്പോൾ അതിൻ്റെ തിക്നെസ് പാകമായി കിട്ടും. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്നിങ്ങനെ ഇട്ട് കൊടുക്കാം. നേരത്തെ വറുത്തെടുത്ത ക്യാരറ്റ് കുറച്ച് ഞാൻ മാറ്റി വെച്ചിരുന്നു. അതും കൂടി ഇതിലേക്ക് ഞാനിങ്ങനെ ചേർത്ത് കൊടുക്കണം. അണ്ടിപ്പരിപ്പും മുന്തിരിയും ക്യാരറ്റും എല്ലാം ചേർത്തിട്ട് ഇതൊന്ന് ഗാർണിഷ് ചെയ്തെടുത്തു. ഇനി ഇത് അടച്ചു വയ്ക്കാം. പായസം ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. സേമിയയും ക്യാരറ്റും ചേർത്തുണ്ടാക്കിയ ഹെൽത്തിയായ ടേസ്റ്റിയായ പായസം തയ്യാറായിട്ടുണ്ട്. ഈ നവരാത്രിക്ക് കുട്ടികൾക്കൊക്കെ ഇതുപോലൊരു പായസം ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. നമസ്കാരം.